പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന AC DC മീറ്ററാണ്. ഈ AC DC മീറ്റർ ഉപയോഗിച്ച് നമുക്ക് AC ഉപകരണങ്ങളുടെയും DC ഉപകരണങ്ങളുടെയും അവ ഉപയോഗിക്കുന്ന പവർ കൺസപ്ഷനും അവയിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവും നമുക്ക് അറിയാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ LED സ്ട്രിപ്പിൻ്റെ വർക്ക് ചെയ്യുമ്പോഴും പല ഉപകരണങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും അത് എത്രത്തോളം പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, എത്രത്തോളം കറണ്ട് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനക്കോണമുള്ള SMPSകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും പിന്നെ അതിനക്കോണമുള്ള വയറിൻ്റെ ഗേജ് ഉപയോഗിച്ചിട്ട് അതിനെ വയർ ചെയ്യുന്നതും വഴി നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനും പറ്റും. അത്തരത്തിലുള്ള ഒരു ഡിവൈസാണ് ഈ കാണുന്ന AC DC ഡിവൈസ്. ഉദാഹരണത്തിന് ഒരു LED സൈൻ ബോർഡ് നിർമ്മിക്കുന്ന അവസരത്തിൽ നമ്മൾ ഒരു 1000 മൊഡ്യൂൾസ് LED യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കറണ്ട് അത് ഉപയോഗിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, എത്ര പവർ അത് കൺസ്യൂം ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്കുള്ള ഒരു SMPS ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്നതാണ് ഈ AC DC മീറ്റർ. തന്നെയല്ല, വലിയൊരു ഫ്ലഡ് ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വാട്ട്സ് പവർ അത് കൺസ്യൂം ചെയ്യുന്നു നമുക്കിതിനകത്തൂടെ അറിയാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് ഇതിൻ്റെ കൂടെ വരുന്ന കാറ്റലോഗ്. ഇതിനകത്ത് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ ഒരു നല്ല പാക്കിങ്ങിലാണ് ഈ ഒരു ഡിവൈസ് വരിക. ഇതിനകത്ത് ബബിൾ പാക്കിങ്ങിലാണ് ഈ ഡിവൈസ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഡിവൈസ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ തന്നെ ഇതിനകത്ത് എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് കാണാൻ കഴിയുന്നതെന്നാണ്. ഈ മേളിൽ കാണുന്നത് വോൾട്ടേജ് ആണ്. നമ്മൾ AC ആയാലും DC ആയാലും ഇവിടെ ഇതിൻ്റെ വോൾട്ടേജ് എഴുതി കാണിക്കും. തൊട്ട് താഴെയുള്ളത് കറണ്ടാണ്. എത്ര കറണ്ടാണ് ഡിവൈസ് കൺസ്യൂം ചെയ്യുന്നതെന്ന് എഴുതി കാണിക്കും. തൊട്ട് താഴെയുള്ളത് പവറാണ്. എത്ര വാട്ട്സാണ് ആ ഒരു ഡിവൈസ് ഉള്ള പവറെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. ഇതിലുള്ളത് ഫ്രീക്വൻസിയാണ്. DC എന്ന് തന്നെ എഴുതി കാണിക്കും. AC-യിലാണെങ്കിൽ 60 Hz ആണോ 50 Hz ആണോ എത്രയാണെന്ന് അവിടെ കാണിക്കുന്നതാണ്. പിന്നെ പവർ ഫാക്ടർ 0 to 1 ഇടയ്ക്കുള്ള ഒരു വാല്യൂ. പിന്നെ ഉള്ളത് എനർജി, അത് 1 അവർ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ എത്ര വാട്ട് അവറാണ് ഇതിനകത്ത് കൺസ്യൂം ചെയ്യുന്നതെന്നുള്ള കാര്യം അവിടെ എഴുതി കാണിക്കും. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ മുകളിൽ ലെഗ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിവൈസ് ഉണ്ട്. ലൈറ്റിൻ്റെയൊക്കെ പ്രകാശം എത്രയൊക്കെ ഉണ്ടെന്നൊക്കെ അതിനകത്ത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവൈസുകൾ പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലഗ് പോയിൻറ്റും പിന്നെ LED സ്ട്രിപ്പ് പോലെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ടെർമിനലുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിന് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇതുവഴി നമുക്കിത് ഓണും ഓഫും ആക്കാനായിട്ട് പറ്റും. ഈ ഒരു പൊസിഷനാണ് ഇതിൻ്റെ ഓൺ പൊസിഷൻ വരുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്ലഗ്. ഈ പ്ലഗ് നമുക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് നമുക്ക് AC DC ഒക്കെ എഴുതി കാണിക്കും. ഇത് നമ്മൾ കറണ്ടിലേക്ക് ഇപ്പോൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്താണ് ഇതിനകത്ത് കാണിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ കറണ്ടിനകത്തേക്ക് ഇത് പ്ലഗ് ചെയ്യുകയാണ്. കറണ്ടിനകത്തേക്ക് പ്ലഗ് ചെയ്തപ്പോഴത്തേക്കും ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത് 237 വോൾട്ട് 49 ഹെർട്സ് ഫ്രീക്വൻസി കാണിക്കുന്നുണ്ട്. ഔട്ട്പുട്ടിലൊന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ട് അത് 0. ഇവിടെ AC-യിലാണ് അവിടെ ഇൻപുട്ട് വന്നിരിക്കുന്നത് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് നമുക്ക് DC-യിൽ ഒരു സ്ട്രിപ്പ് കണക്ട് ചെയ്തിട്ട് അത് എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം. എത്ര പവറാണ്, എത്ര ആംബിയർ അതിനകത്തേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണുന്ന പ്ലഗിലേക്ക് തന്നെ നമുക്ക് DC-യും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഉപകരണം വർക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു 12 വോൾട്ട് SMPS-ൻ്റെ പ്ലസും മൈനസും ഞാനിവിടെ കണക്ട് ചെയ്യുകയാണ്. മൈനസും പ്ലസും അവിടെ കണക്ട് ചെയ്തു. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാണുന്ന സ്ട്രിപ്പ് വർക്കാവാൻ തുടങ്ങി. ഇത് ആംബർ കളറിലുള്ള 12 വോൾട്ടിൻ്റെ ഒരു സ്ട്രിപ്പാണ്. ഈ കാണുന്നത് ഇതിൻ്റെ റീഡിങ്സ് ആണ്. റീഡിങ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് 2.62 ആംബിയർ ആണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. 29 വാട്ടാണ്. ഓക്കെ, ഇത് ഏകദേശം 30 വാട്ട് അടുത്ത് കൺസ്യൂം ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ട്രിപ്പ്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് 5 ആംബിയറിൻ്റെ SMPS എങ്കിലും ഉപയോഗിക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് കളറിലുള്ള ഒരു സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള സ്ട്രിപ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 41 വാട്ടോളം കാണിക്കുന്നുണ്ട്. 3.62 ആംബിയറാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. ഇതിനും 5 ആംബിയറിൻ്റെ ഒരു SMPS കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് 240 LED പെർ മീറ്ററിൽ വരുന്ന സ്ട്രിപ്പാണ്. 240 LED പെർ മീറ്റർ. അപ്പോൾ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മീറ്റർ ഉപയോഗിക്കാം. DC ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ SMPS-ൽ നിന്നാണ് സപ്ലൈ കൊടുക്കുക. AC ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു വയർ വന്നിട്ട് നേരെ നമുക്ക് പ്ലഗിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ AC-ക്കും DC-ക്കും പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡിവൈസ് വരിക. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ, സ്ക്രീനിലുള്ള നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. കൊറിയറായിട്ട് ഈ ഒരു ഡിവൈസ് അയച്ചു തരാനായിട്ട് പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 4500 രൂപയും കൊറിയർ ചാർജുമാണ്. 100 രൂപ കൊറിയർ ചാർജ് റേഞ്ചിൽ ഇന്ത്യയിൽ എവിടെയും ഇത് കൊറിയറായിട്ട് അയക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, താങ്ക് യു.